ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2023 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് 2022 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 നടന്ന ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഖത്തർ. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 32 ആണ്. ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏറ്റവും ചെറിയ രാജ്യം ഖത്തർ. അറബ് രാജ്യത്ത് നടക്കുന്ന ആദ്യ ലോകകപ്പാണ് 2022 നടന്നത്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഖത്തർ. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 32. ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏറ്റവും ചെറിയ രാജ്യമാണ് ഖത്തർ. അറബ് രാജ്യത്ത് നടക്കുന്ന ആദ്യ ലോകകപ്പാണ് 2022 ഫിഫ വേൾഡ് കപ്പ്. ഈ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ലാ ഈബ്. ഈ വാക്കിൻ്റെ അർത്ഥം പ്രതിഭാധനായ കളിക്കാരൻ എന്നാണ്. ഔദ്യോഗിക ചിഹ്നം ലാ ഈബ്. ലാ ഈബ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിഭാധനായ കളിക്കാരൻ എന്നാണ്. ഔദ്യോഗിക ഗാനം ഖയ്യ ഖയ്യ. ഔദ്യോഗിക പന്ത് അൽ റിഹ്ല. ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്തായിരുന്നു അൽ റിഹ്ല. അൽ റിഹ്ല എന്ന വാക്കിൻ്റെ അർത്ഥം യാത്ര എന്നാണ്. എന്നാൽ സെമി ഫൈനലിലും ഫൈനലിലും ഉപയോഗിച്ച പന്താണ് അൽ ഹിൽമ്. ഈ വാക്കിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്. ഖത്തർ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ. ഔദ്യോഗിക പന്ത് അൽ റിഹ്ല. ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്താണ് അൽ റിഹ്ല. എന്നാൽ സെമി ഫൈനലിലും ഫൈനലിലും ഉപയോഗിച്ച പന്ത് അൽ ഹിൽമാണ്. അൽ റിഹ്ല എന്ന വാക്കിൻ്റെ അർത്ഥം യാത്ര എന്നാണ്. അൽ ഹിൽം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വപ്നം എന്നാണ്. ഔദ്യോഗിക പോസ്റ്റർ രൂപകൽപ്പന ചെയ്തത് ബൗത്തൈന അൽ മുഫ്ത. ഔദ്യോഗിക പോസ്റ്റർ രൂപകൽപ്പന ചെയ്തത് ബൗത്തൈന അൽ മുഫ്ത. ആകെ സ്റ്റേഡിയങ്ങളുടെ എണ്ണം 8. ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയം, അൽബെയ്ത്ത് സ്റ്റേഡിയം, സ്റ്റേഡിയം 974, അൽത്തുമാമ സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം, അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം, ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അൽ ജനൂബ് സ്റ്റേഡിയം. അപ്പോൾ ആകെ സ്റ്റേഡിയങ്ങളുടെ എണ്ണം 8 ആണ്. ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയം, അൽബെയ്ത്ത് സ്റ്റേഡിയം, സ്റ്റേഡിയം 974, അൽത്തുമാമ സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം, അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം, ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അൽ ജനൂബ് സ്റ്റേഡിയം. ഉദ്ഘാടന ചടങ്ങിൽ ഹോളിവുഡ് താരം മോർഗൻ ഫ്രീമാനോടൊപ്പം വേദി പങ്കിട്ട ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹാണ് ഈ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഉദ്ഘാടന ചടങ്ങിൽ ഹോളിവുഡ് താരം മോർഗൻ ഫ്രീമാനോടൊപ്പം വേദി പങ്കിട്ട ഗാനിം മുഹമ്മദ് അൽ മുഫ്താഹാണ് ഈ ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഫുട്ബോൾ ട്രോഫി ഡിസൈൻ ചെയ്തത് സിൽവിയോ ഗസനിഗ. ഫുട്ബോൾ ട്രോഫിയുടെ ഭാരം 6.175 കിലോഗ്രാം. ഖത്തർ ലോകകപ്പ് കാണുന്നതിന് കാഴ്ച പരിമിതർക്ക് ഫിഫ ഏർപ്പെടുത്തിയ സാങ്കേതിക വിദ്യയാണ് ബോണോക്കിൾ. ഫുട്ബോൾ ട്രോഫി ഡിസൈൻ ചെയ്തത് സിൽവിയോ ഗസനിഗ. ഫുട്ബോൾ ട്രോഫിയുടെ ആകെ ഭാരം 6.175 കിലോഗ്രാം. ഖത്തർ ലോകകപ്പ് കാണുന്നതിന് കാഴ്ച പരിമിതർക്ക് ഫിഫ ഏർപ്പെടുത്തിയ സാങ്കേതിക വിദ്യയാണ് ബോണോക്കിൾ. ഉദ്ഘാടന മത്സരം നടന്നത് ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. അൽഖോറിലെ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഉദ്ഘാടന മത്സരം നടന്നത്. ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയം. ഫൈനൽ നിയന്ത്രിച്ച മുഖ്യ റഫറി സിമോൺ മാർസിനിയാക്. പോളണ്ടുകാരനായ സിമോൺ മാർസിനിയാക്കാണ് ഫൈനൽ നിയന്ത്രിച്ച മുഖ്യ റഫറി. ഉദ്ഘാടന മത്സരം നടന്നത് ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. അൽഖോറിലെ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഖത്തറും ഇക്വഡോറും തമ്മിലുള്ള മത്സരം നടന്നത്. ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയം. ഫൈനൽ നിയന്ത്രിച്ച മുഖ്യ റഫറി പോളണ്ടുകാരനായ സിമോൺ മാർസിനിയാക്. 2022 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന. അർജന്റീനയുടെ 3ാമത്തെ കിരീടമാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-2 ഫ്രാൻസിനെ തോൽപ്പിച്ചു. അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ്. അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോണി. റണ്ണേഴ്സപ്പ് ഫ്രാൻസ്. 3ാം സ്ഥാനം നേടിയത് ക്രൊയേഷ്യ. 4ാം സ്ഥാനം നേടിയത് മൊറോക്കോയാണ്.
അർജന്റീനയുടെ കോച്ചായിരുന്നു ലയണൽ സ്കലോണി. അർജന്റീനയുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി. റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ് ആണ്. 3-ാം സ്ഥാനം നേടിയത് ക്രൊയേഷ്യ. 4-ാം സ്ഥാനം നേടിയത് മൊറോക്കോ. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയത് അർജന്റീനിയൻ താരമായ ലയണൽ മെസ്സി. കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ നേടിയത് എമിലിയാനോ മാർട്ടിനസ്. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയത് അർജന്റീനിയൻ താരമായ ലയണൽ മെസ്സി. കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് നേടിയത് ഫ്രാൻസ് താരമായ കിലിയൻ എംബാപ്പെ. 8 ഗോളുകളാണ് ഇദ്ദേഹം നേടിയത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത് എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനിയൻ താരമായ എമിലിയാനോ മാർട്ടിനസ്. മികച്ച യുവതാരമായി തിരഞ്ഞെടുത്തത് എൻസോ ഫെർണാണ്ടസ്. അർജന്റീനിയൻ താരമായ എൻസോ ഫെർണാണ്ടസ് ആണ് മികച്ച യുവതാരം. ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയത് ഇംഗ്ലണ്ടാണ്. മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുത്ത ഗോൾ നേടിയ താരം റിച്ചാലിസൺ. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുത്തത് സെർബിയയ്ക്കെതിരെ ബ്രസീലിൻ്റെ റിച്ചാലിസൺ നേടിയ ബൈസൈക്കിൾ ഗോളാണ്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയത് ഇംഗ്ലണ്ടാണ്. ഫൈനൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ടൂർണമെൻറ്റിലെ ആദ്യ ഗോൾ നേടിയത് ഇക്വഡോർ താരമായ എന്നർ വലൻസിയ. ആതിഥേയരായ ഖത്തറിനെതിരെയുള്ള ഉദ്ഘാടന മത്സരത്തിലായിരുന്നു ഗോൾ നേടിയത്. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫൈനൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരം ലയണൽ മെസ്സി. ടൂർണമെൻറ്റിലെ ആദ്യ ഗോൾ നേടിയത് ഇക്വഡോർ താരമായ എന്നർ വലൻസിയ. ആതിഥേയരായ ഖത്തറിനെതിരെ ഉദ്ഘാടന മത്സരത്തിലായിരുന്നു എന്നർ വലൻസിയ ആദ്യ ഗോൾ നേടിയത്. 5 വ്യത്യസ്ത ലോകകപ്പുകൾ ഗോൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഖത്തർ ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ താരം ഗോൺസാലോ റാമോസ്. പോർച്ചുഗൽ താരമായ ഗോൺസാലോ റാമോസ് ആണ് ഖത്തർ ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരം. ഖത്തർ ലോകകപ്പ് ഫൈനൽ ഹാട്രിക് നേടിയ താരം കിലിയൻ എംബാപ്പെ. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് യോഗ്യത നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ ആദ്യ രാജ്യം സ്പെയിൻ. ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ രണ്ടാമത്തെ രാജ്യം അർജന്റീന. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോടായിരുന്നു അർജന്റീന പരാജയപ്പെട്ടത്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് യോഗ്യത നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ ആദ്യ രാജ്യം സ്പെയിനാണ്. എന്നാൽ ആദ്യ മത്സരം തോറ്റതിന് ശേഷം കിരീടം നേടിയ രണ്ടാമത്തെ രാജ്യം അത് അർജന്റീനയാണ്. ചരിത്രത്തിൽ ആദ്യമായി പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി സ്റ്റെഫാനി ഫ്രെപ്പാർട്ട്. ഫൈനലിൽ ലോകകപ്പ് ഒറിജിനൽ ട്രോഫി അനാവരണം ചെയ്ത ആദ്യ ഇന്ത്യക്കാരി ദീപിക പദുക്കോൺ. സ്പെയിൻ താരം ഐക്കർ കാസിലാസും ദീപിക പദുക്കോണും ചേർന്നാണ് ട്രോഫി പ്രദർശിപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറിയാണ് സ്റ്റെഫാനി ഫ്രെപ്പാർട്ട്. ഫൈനലിൽ ലോകകപ്പ് ഒറിജിനൽ ട്രോഫി അനാവരണം ചെയ്ത ആദ്യ ഇന്ത്യക്കാരിയാണ് ദീപിക പദുക്കോൺ. സ്പെയിൻ താരം ഐക്കർ കാസിലാസും ദീപിക പദുക്കോണും ചേർന്നാണ് ട്രോഫി പ്രദർശിപ്പിച്ചത്. ഖത്തറിൽ നടന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക സ്പോൺസറായ ആദ്യ ഇന്ത്യൻ കമ്പനി ബൈജൂസ്. ലോകകപ്പിൽ സ്പോൺസറാകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി എന്ന നേട്ടവും വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യാ സ്ഥാപനമായ ബൈജൂസ് സ്വന്തമാക്കി. ഇനി ലയണൽ മെസ്സിയും ചില റെക്കോർഡുകൾ നോക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ 2 തവണ നേടിയ ആദ്യ താരമാണ് ലയണൽ മെസ്സി. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം ലയണൽ മെസ്സിയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ക്യാപ്റ്റനായ താരം ലയണൽ മെസ്സിയാണ്. 19 തവണയാണ് ഇദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ളത്. ഒരു ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരമാണ് ലയണൽ മെസ്സി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരമാണ് ലയണൽ മെസ്സി. 11 തവണയാണ് ഇദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത്. 5 ലോകകപ്പുകൾ ഗോൾ അസിസ്റ്റ് നടത്തിയ ആദ്യ താരമാണ് ലയണൽ മെസ്സി.
ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ ഘട്ടത്തിലും ഗോൾ നേടിയ ആദ്യ താരമാണ്. ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഒരിക്കൽ കൂടി നോക്കാം. ലോകകപ്പ് ചരിത്രത്തിൽ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ 2 തവണ നേടിയ ആദ്യ താരം, ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരം, ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ക്യാപ്റ്റനായി, ഒരു ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി, ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി, 5 ലോകകപ്പുകൾ ഗോൾ അസിസ്റ്റ് നടത്തിയ ആദ്യ താരമാണ്, ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെയുള്ള എല്ലാ ഘട്ടത്തിലും ഗോൾ നേടിയ ആദ്യ താരമാണ് ലയണൽ മെസ്സി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 ഡിസംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5. 2022 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഏകദേശം 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. സംഗീതരംഗത്തെ പ്രതിഭകൾക്കായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഗായകൻ പി ജയചന്ദ്രൻ. സംഗീതരംഗത്തെ പ്രതിഭകൾക്കായി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനാണ്. 2022 ഒക്കാവ പുരസ്കാര ജേതാവായ മലയാളി ശാസ്ത്രജ്ഞൻ ശ്രീ നായർ. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് നൽകിയ സംഭാവന കണക്കിലെടുത്താണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ കൊച്ചുമകനാണ് ശ്രീ നായർ. 2022 ഒക്കാവ പുരസ്കാര ജേതാവായ മലയാളി ശാസ്ത്രജ്ഞനാണ് ശ്രീ നായർ. 2022 മിസിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത് സർഗം കൗശൽ. ഇന്ത്യക്കാരിയായ സർഗം കൗശലാണ് 2022 മിസിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത്. 2001 അദിതി ഗൗത്രികാർ കിരീടം നേടിയിരുന്നു. 21 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യക്കാരി കിരീടം നേടുന്നത്. US ലാസ് വേഗസിൽ നടന്ന സൗന്ദര്യ മത്സരത്തിലായിരുന്നു സർഗം കൗശൽ കിരീടം സ്വന്തമാക്കിയത്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 9. പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിൻ്റെ സ്ഥാനം 1-ാം സ്ഥാനമാണ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 9 എന്നാൽ പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിൻ്റെ സ്ഥാനം 1-ാം സ്ഥാനമാണ്. സജി ചെറിയാൻ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഫിഷറീസ്, സാംസ്കാരികം, യുവജനക്ഷേമം. ഫിഷറീസ്, സാംസ്കാരികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം കേരള കാർഷിക സർവകലാശാല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല. ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കൊല്ലം തങ്കശ്ശേരി സ്വദേശിയായ ഷീൻ ഓസ്റ്റിൻ. ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഷീൻ ഓസ്റ്റിൻ. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ച മലയാള കവി KG ശങ്കരപ്പിള്ള. ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം ലഭിച്ച മലയാള കവിയാണ് KG ശങ്കരപ്പിള്ള. കോവിഡ് കാലത്തെ സേവനത്തിന് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയ്ക്കുമാണ് 1 കോടി രൂപയുടെ പുരസ്കാരം നൽകുക. കോവിഡ് കാലത്തെ സേവനത്തിന് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയ്ക്കുമാണ് 1 കോടി രൂപയുടെ പുരസ്കാരം നൽകുക. 2022 സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് M. തോമസ് മാത്യു.
ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 2022 സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് എം. തോമസ് മാത്യു. ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത് സി. രാധാകൃഷ്ണൻ. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത് സി. രാധാകൃഷ്ണനാണ്. മലയാളത്തിലെ വിവർത്തനത്തിനുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. മലയാളത്തിലെ വിവർത്തനത്തിനുള്ള 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണാനുമതി നൽകിയ മൂക്കിലൂടെ നൽകുന്ന കോവിഡ് വാക്സിൻ ഇൻകോവാക് BBV 154. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണാനുമതി നൽകിയ മൂക്കിലൂടെ നൽകുന്ന കോവിഡ് വാക്സിനാണ് ഇൻകോവാക് BBV 154. 2022 ഡിസംബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വിനോദ് കുമാർ ബാലി. 2022 ഡിസംബറിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് വിനോദ് കുമാർ ബാലി. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധവിമാന പൈലറ്റാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിത ഉത്തർപ്രദേശ് സ്വദേശിനിയായ സാനിയ മിർസ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധവിമാന പൈലറ്റാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് സാനിയ മിർസ. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കോഴിക്കോട്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കോഴിക്കോട്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് കോഴിക്കോടാണ്. കണ്ണൂരും പാലക്കാടും 2ാം സ്ഥാനം പങ്കിട്ടു. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് കോഴിക്കോടാണ്. കണ്ണൂരും പാലക്കാടും 2ാം സ്ഥാനം പങ്കിട്ടു. ചൈനയിൽ വ്യാപകമാകുന്ന ഒമിക്രോണിൻ്റെ വകഭേദം BF7. ചൈനയിൽ വ്യാപകമാകുന്ന ഒമിക്രോണിൻ്റെ വകഭേദമാണ് BF7. ഗവേഷണ മികവിന് സംസ്ഥാന സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് അർഹനായത് പ്രൊഫസർ സലിം യൂസഫ്. കാനഡ മാക്മസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസറായ സലിം യൂസഫിനാണ് രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി പുരസ്കാരം ലഭിച്ചത്. സമഗ്ര സംഭാവനയ്ക്ക് കേരളത്തിലെ സ്ഥാപനങ്ങളിലെ പ്രമുഖർക്കുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായത് നിരൂപക ഡോക്ടർ എം ലീലാവതി, നിസ്റ്റ് മുൻ ഡയറക്ടറും രസതന്ത്ര ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എം അജയ് ഘോഷ്, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷനും CDS ഓണററി പ്രൊഫസറുമായ MA ഉമ്മൻ എന്നിവരാണ് അർഹരായത്. സമഗ്ര സംഭാവനയ്ക്ക് കേരളത്തിലെ സ്ഥാപനങ്ങളിലെ പ്രമുഖർക്കുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായവരാണ് ഡോക്ടർ എം ലീലാവതി, ഡോക്ടർ എം അജയ് ഘോഷ്, MA ഉമ്മൻ. രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ സലിം യൂസഫാണ്. IPL ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം സാം കറൻ. ഇംഗ്ലണ്ട് താരമായ സാം കറനാണ് IPL ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരം. 18.5 കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് 11 താരത്തെ സ്വന്തമാക്കിയത്. IPL ലേല ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമാണ് ഇംഗ്ലണ്ട് താരമായ സാം കറൻ. 18.5 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് 11 താരത്തെ സ്വന്തമാക്കിയത്. 2022 BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ബെത്ത് മെഡ്. ഇംഗ്ലണ്ടിൻ്റെ വനിതാ ഫുട്ബോൾ താരമായ ബെത്ത് മെഡിനാണ് BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. 2022 BBC സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ഉസൈൻ ബോൾട്ട്. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിനായിരുന്നു.
2022 BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മെദ്വെഡിനാണ്. സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സി. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ഉസൈൻ ബോൾട്ടിനായിരുന്നു. ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിനാണ്. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റ് സൈക്ലോൺ ബോംബ്. 2022 ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റായിരുന്നു സൈക്ലോൺ ബോംബ്. 2022 ഡിസംബറിൽ UN വനിതാ സംഘടനയിൽ നിന്നും പുറത്താക്കിയ രാജ്യം ഇറാൻ. 2022 ഡിസംബറിൽ UN വനിതാ സംഘടനയിൽ നിന്നും പുറത്താക്കിയ രാജ്യം ഇറാനാണ്. വേൾഡ് റെസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻ വനിതാ ഗുസ്തി താരം അന്തിം പാങ്കൽ. വേൾഡ് റെസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്ത ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് അന്തിം പാങ്കൽ. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ. 2022 ഡിജിറ്റൽ ഇന്ത്യ അവാർഡിലെ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് നേടിയത് ഭവന നഗരകാര്യ മന്ത്രാലയം. 2022 ഡിജിറ്റൽ ഇന്ത്യ അവാർഡിലെ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് നേടിയത് ഭവന നഗരകാര്യ മന്ത്രാലയമാണ്. രാജ്യത്തെ ആദ്യ ഹരിത സ്റ്റീൽ ബ്രാൻഡ് കല്യാണി ഫെറസ്റ്റ. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് അനാച്ഛാദനം ചെയ്തത്. രാജ്യത്തെ ആദ്യ ഹരിത സ്റ്റീൽ ബ്രാൻഡാണ് കല്യാണി ഫെറസ്റ്റ. ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയൻറ്റിസ്റ്റ് ആകുന്നത് ഡോക്ടർ ജെറമി ഫറാർ. ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയൻറ്റിസ്റ്റ് ആകുന്നത് ഡോക്ടർ ജെറമി ഫറാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നതെവിടെ? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നത് ഹൈദരാബാദിലാണ്. 2022 ഡിസംബറിൽ അയർലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ലിയോ വരദ്കർ. 2022 ഡിസംബറിൽ അയർലൻഡ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് ലിയോ വരദ്കർ. 2022 ഡിസംബറിൽ ഫിജിയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സിദിവേനി റബൂക്ക. 2022 ഡിസംബറിൽ ഫിജിയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സിദിവേനി റബൂക്ക. 2022 ഡിസംബറിൽ നേപ്പാൾ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് പുഷ്പ കമൽ ദഹൽ. 2022 ഡിസംബറിൽ നേപ്പാൾ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് പുഷ്പ കമൽ ദഹൽ. കാഴ്ച പരിമിതരുടെ മൂന്നാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. കാഴ്ച പരിമിതരുടെ മൂന്നാമത്തെ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇനി നമുക്ക് ജനുവരി 15 ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ബെഞ്ചമിൻ നെതന്യാഹു. 2022 ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിൻ്റെ 37ാമത് സർക്കാരിനെയാണ് നെതന്യാഹു നയിക്കുക. 2022 ഡിസംബറിൽ അന്തരിച്ച ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമം ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ. 2022 ഡിസംബറിൽ അന്തരിച്ച ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ യഥാർത്ഥ നാമം ജോസഫ് അലോഷ്യസ് റാറ്റ്സിംഗർ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാറിലേർപ്പെട്ട ക്ലബ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസാർ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി കരാറിലേർപ്പെട്ട ക്ലബ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബികാസുധൻ മാങ്ങാട്. അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് അംബികാസുധൻ മാങ്ങാട്. പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2021 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് സാറ ജോസഫാണ്. കൃതി ബുധിനി.
കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ കേരളത്തിന് 3 പുരസ്കാരങ്ങൾ ലഭിച്ചു. പ്ലാറ്റിനം അവാർഡ് ലഭിച്ചത് സർക്കാരിൻ്റെ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനാണ്. ഗോൾഡ് മെഡൽ ലഭിച്ചത് കോട്ടയം ജില്ലാ ഭരണകൂടത്തിൻ്റെ വെബ്സൈറ്റിന്. സിൽവർ മെഡൽ ലഭിച്ചത് ക്ഷീരശ്രീ പോർട്ടലിനാണ്. സർക്കാരിൻ്റെ ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് പ്ലാറ്റിനം അവാർഡ് ലഭിച്ചു. കോട്ടയം ജില്ലാ ഭരണകൂടത്തിൻ്റെ വെബ്സൈറ്റിന് ഗോൾഡ് മെഡൽ ലഭിച്ചു. ക്ഷീരശ്രീ പോർട്ടലിന് സിൽവർ മെഡലും ലഭിച്ചു. KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഡോക്ടർ അലൈഡ് ഗുവേര. ചെഗുവേരയുടെ മകളായ ഡോക്ടർ അലൈഡ് ഗുവേരയ്ക്കാണ് KR ഗൗരിയമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ലഭിച്ചത്. മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ ലൈബ്രറി അവാർഡിനർഹനായത് T. പത്മനാഭൻ. മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ ലൈബ്രറി അവാർഡിനർഹനായത് T. പത്മനാഭൻ. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം ലഭിച്ച കേരള വ്യവസായ വകുപ്പിൻ്റെ പദ്ധതി. സംരംഭക വർഷം. കേരള സർക്കാരിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം ലഭിച്ച കേരള വ്യവസായ വകുപ്പിൻ്റെ പദ്ധതിയാണ് സംരംഭക വർഷം. അമേരിക്കയിലെ ആദ്യ വനിതാ സിഖ് ജഡ്ജിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജ മൻപ്രീത് മോണിക് സിംഗ്. ഹാരിസ് കൗണ്ടി സിവിൽ കോടതി ജഡ്ജിയായാണ് നിയമനം. അമേരിക്കയിലെ ആദ്യ വനിതാ സിഖ് ജഡ്ജിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജയാണ് മൻപ്രീത് മോണിക് സിംഗ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഡ്വെയ്ൻ പ്രിട്ടോറിയസ് ഏതു രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരമായിരുന്നു ഡ്വെയ്ൻ പ്രിട്ടോറിയസ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച വെയിൽസ് ദേശീയ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഗാരത്ത് ബെയ്ൽ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച വെയിൽസ് ദേശീയ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു ഗാരത്ത് ബെയ്ൽ. 2022 മിസ് കേരള കിരീടം നേടിയത് ലിസ് ജെയ്മോൻ ജേക്കബ്. 2022 മിസ് കേരള കിരീടം നേടിയത് ലിസ് ജെയ്മോൻ ജേക്കബ്. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഒറിജിനൽ സോങ് വിഭാഗത്തിൽ നേടിയത് തെലുങ്ക് ചലച്ചിത്രമായ RRലെ നാട്ടുനാട്ട് എന്ന പാട്ടിനാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് SS രാജമൗലിയാണ്. സംഗീത സംവിധായകൻ കീരവാണിയാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഒറിജിനൽ സോങ് വിഭാഗത്തിൽ നേടിയത് RRലെ നാട്ടുനാട്ട് എന്ന പാട്ടിനാണ്. ചിത്രം സംവിധാനം ചെയ്തത് SS രാജമൗലി. സംഗീത സംവിധായകൻ കീരവാണിയാണ്. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് ഹരിവരാസന പുരസ്കാരം. 1,00,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. 2022 വിജയ് ആലപ്പി രംഗനാഥ്. 2021 വീരമണി രാജു. ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട ഏക സ്ഥലം കേരളം. ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച 2023 ലോകത്ത് കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട ഏക പ്രദേശം കേരളമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വരച്ച 20,000 ചതുരശ്ര അടി ഉയരമുള്ള ചുമർചിത്രം ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏറ്റവും വലിയ ചുമർചിത്രമായി ഈ ചിത്രത്തെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വരച്ച 20,000 ചതുരശ്ര അടി ഉയരമുള്ള ചുമർചിത്രം ഫ്രീഡം വാൾ മ്യൂറൽ ആർട്ടിനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏറ്റവും വലിയ ചുമർചിത്രമായി പ്രഖ്യാപിച്ചു. ഈ പിക്ചറിൽ കാണുന്നതാണ് ആ ചിത്രം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂയിസ് MV ഗംഗാ വിലാസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആഡംബര നദീജല ക്രൂയിസാണ് MV ഗംഗാ വിലാസ്.
ഇനി നമുക്ക് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത വ്യക്തികളെ നോക്കാം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞനും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മുൻ ചെയർമാനുമായ വ്യക്തിയായിരുന്നു ഡോക്ടർ AD ദാമോദരൻ. ബാലസാഹിത്യകാരൻ ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി അന്തരിച്ചു. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത രവീന്ദ്ര സംഗീതജ്ഞ സുമിത്ര സെൻ. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത രവീന്ദ്ര സംഗീതജ്ഞയാണ് സുമിത്ര സെൻ. 2022 ഡിസംബറിൽ അന്തരിച്ച സിനിമ ഡോക്യുമെൻ്ററി സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി KP ശശി. ഇലയും മുള്ളും എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2022 ഡിസംബറിൽ അന്തരിച്ച ബ്രസീലിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരം പെലെ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ. പെലെയുടെ യഥാർത്ഥ പേര് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ. ബ്രസീലിനു വേണ്ടി 3 ലോകകപ്പുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. 2000 ഫിഫ നൂറ്റാണ്ടിൻ്റെ താരമായി പ്രഖ്യാപിച്ചു. 1997 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി ആദരിച്ചു. 1999 രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിൻ്റെ കായിക താരമായി പെലെയെ തിരഞ്ഞെടുത്തു. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റും പുലിറ്റ്സർ പുരസ്കാര ജേതാവുമായ വ്യക്തി റസൽ ബാങ്ക്സ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റും പുലിറ്റ്സർ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് റസൽ ബാങ്ക്സ്. അടുത്തിടെ അന്തരിച്ച റഗെ ഗായകൻ ജോ മേഴ്സ് മാർലി. ബോബ് മാർലിയുടെ പേരമകനാണ് ജോ മേഴ്സ് മാർലി. 2022 ഡിസംബറിൽ അന്തരിച്ച തകഴിയുടെയും ബഷീറിൻ്റെയും കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഭാഷാ ശാസ്ത്രജ്ഞനും ബഹുഭാഷാ പണ്ഡിതനുമായ വ്യക്തി ഡോക്ടർ റൊണാൾഡ് E. ആഷർ. ബാല്യകാല സഖി ഇഞ്ചുപ്പാപ്പയ്ക്കൊരാനുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, തകഴി ശിവശങ്കരപിള്ളയുടെ തോട്ടിയുടെ മകൻ തുടങ്ങിയ കൃതികൾ ഇദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1983 ആഷറിനെ മലയാളത്തിലെ വിശിഷ്ട സേവനങ്ങൾക്കായി കേരള സാഹിത്യ അക്കാദമി സ്വർണ്ണ മെഡൽ നൽകി ആദരിച്ചിട്ടുണ്ട്. 2023 ജനുവരിയിൽ അന്തരിച്ച ടാറ്റ സൺസ് മുൻ ഡയറക്ടറും മലയാളിയുമായ വ്യക്തി RK കൃഷ്ണകുമാർ. 2023 ജനുവരിയിൽ അന്തരിച്ച ടാറ്റ സൺസ് മുൻ ഡയറക്ടറും മലയാളിയുമായ വ്യക്തിയാണ് RK കൃഷ്ണകുമാർ. 2023 ജനുവരിയിൽ അന്തരിച്ച സിനിമ പ്രൊഡക്ഷൻ ഡിസൈനറും കലാ സംവിധായകനുമായ വ്യക്തി സുനിൽ ബാബു. അടുത്തിടെ അന്തരിച്ച ചലച്ചിത്ര ഗാനരചയിതാവും നോവലിസ്റ്റുമായ വ്യക്തി BR പ്രസാദ്. 2023 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ശരത് യാദവ്. 2 തവണ കേന്ദ്രമന്ത്രിയും 7 തവണ ലോകസഭാംഗവും 4 തവണ രാജ്യസഭാംഗവുമായിട്ടുണ്ട്. 2023 ജനുവരിയിൽ അന്തരിച്ച ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രമായിരുന്ന വ്യക്തി ശബരിനാഥ്. 2023 ജനുവരിയിൽ അന്തരിച്ച മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരന്തരം സംവദിച്ച കന്നഡ നോവലിസ്റ്റും ചെറുകഥാകൃത്തും വിവർത്തകയുമായ മലയാളി സാറ അബൂബക്കർ. സാറ അബൂബക്കർ കന്നഡ സാഹിത്യകാരിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് ജനുവരി മാസത്തിലെ 2 ലക്കത്തെയും ബുള്ളറ്റിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്